We shall now discuss about escape velocity. നമുക്കറിയാം ഒരു ബോർഡിനെ വെർട്ടിക്കലി അപ്വേർഡ്സ് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈറ്റിലേക്ക് പോയി തിരിച്ച് താഴത്തേക്ക് വരുന്നു. അപ്പോൾ എത്ര ദൂരം എത്ര ഹൈറ്റിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ എത്ര വെലോസിറ്റിയിൽ അതിനെ എറിയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ if we are giving the body sufficient kinetic energy to overcome the gravitational pull of the earth, it will escape into outer space and never return. അതായത് അത്രയും ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ബോർഡിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് അത്രയും ഹൈ വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ പുൾ ആൻഡ് ഇറ്റ് വിൽ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത് ആൻഡ് നെവർ റിട്ടേൺ. അപ്പോൾ ദ മിനിമം വെലോസിറ്റി with which a body must be projected so that it may escape from the gravitational field of the earth is called escape velocity of the earth. അപ്പോൾ മാസ് ഓഫ് എർത്ത് നമ്മൾ ME എന്നെടുത്തു, റേഡിയസ് ഓഫ് എർത്ത് RE എന്നെടുത്തു. ഒരു ബോഡിനെ നമ്മൾ മിനിമം വെലോസിറ്റി എത്ര വേണം, അതിലും കൂടുതൽ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് പുറത്തേക്ക് പോകും. അപ്പോൾ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് the body must be projected to escape from the gravitational force of earth, അതാണ് escape velocity. അപ്പോൾ VE ആണ് escape velocity എന്ന് വിചാരിക്കുക. ബോർഡിൻ്റെ മാസ് സ്മോൾ m എന്നെടുത്തു. അപ്പോൾ ആ ബോർഡിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഹാഫ് എം വി സ്ക്വയർ അല്ലേ? ഹാഫ് എം വി സ്ക്വയർ ആണ് ബോർഡിൻ്റെ കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ഈസ് നിയർ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഇനി ബോർഡിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്? അത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു. -gmm/r. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്, കാരണം ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്റ്റീവ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അതാണ് ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി. ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ ഹാഫ് എം വി സ്ക്വയർ മൈനസ് GMM/r, അതാണ് ടോട്ടൽ എനർജി. ഇനി അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ സീറോ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ സീറോ ആണ്. പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട്. പിന്നെ വെലോസിറ്റി ഓഫ് ദ ബോഡി ഏറ്റവും ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അത് കുറഞ്ഞ് സീറോ ആവും. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ടോട്ടൽ എനർജി സീറോ ആണ്. ഇനി അപ്ലൈയിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ച് ഇനീഷ്യൽ എന്താണോ എനർജി, ഇനീഷ്യൽ എനർജി ഈക്വൽ ടു ഫൈനൽ എനർജി. ഇനീഷ്യൽ എനർജി ഈക്വൽ ടു ഫൈനൽ എനർജിയാണ്. അപ്പോൾ ഇനീഷ്യലി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് എന്താണ് എനർജി? ഹാഫ് എം വി സ്ക്വയർ മൈനസ് GMM/r ആണ് ഇനീഷ്യൽ എനർജി. ഫൈനൽ എനർജി എന്ന് പറയുന്നത് സീറോ ആണ്. ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി the two are equal. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് GMM/r എന്നായി. മാസ് ക്യാൻസൽ ചെയ്തു, രണ്ട് സൈഡിലും സ്മോൾ m ക്യാൻസൽ ചെയ്തു. VE സ്ക്വയർ ഈസ് ഈക്വൽ ടു GM/r. ഈ 2 എന്നുള്ളത് മറ്റേ സൈഡിലേക്ക് വരും. 2GM/r ആണ്. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആയതുകൊണ്ട് അത് സ്മോൾ ആർ അല്ല, എന്ത് എഴുതണം? ക്യാപിറ്റൽ ആർ ആണ് എഴുതേണ്ടത് അല്ലേ? ഓൺ ദ എർത്ത് സർഫസ് ആണ്, സോറി, ദിസ് ഇസ് ക്യാപിറ്റൽ ആർ. ഓൺ ദി എർത്ത് സർഫസ് ആണ് നമ്മൾ ബോഡിനെ വെച്ചിരിക്കുന്നത്. എർത്തിൻ്റെ സർഫസിൽ നിന്നാണ് ബോഡിനെ എറിയുന്നത് അല്ലേ? അപ്പോൾ 2GM/R. VE എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2GM/r. അപ്പോൾ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഫോർമുല. ഈ റൂട്ട് താഴത്തേക്ക് നീട്ടിയിടണം, ഡിനോമിനേറ്ററിനും റൂട്ട് ഉണ്ട്, റൂട്ട് ഓഫ് 2GM/r. ഇനി നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് GM/r² ആണ് ഫോർമുല. അപ്പോൾ GM ഈസ് ഈക്വൽ ടു GR² അല്ലേ? അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VE ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഫോർമുല റൂട്ട് ഓഫ് 2GM/R ആണ്. അതിന് പകരം റൂട്ട് ഓഫ് 2 ഇൻറ്റു GMന് പകരം GR²/R എന്ന് കൊടുക്കാം. സോ R² ആറും ഇത് ക്യാൻസൽ ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GR. ഇപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
2 into g. On the earth's surface it is 9.8. Radius of the earth എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ. ആ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു 10⁻³ അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get the value of escape velocity on the earth's surface is 11.2 kilometer per second. 11.2 kilometer per second ആണ് escape velocity from the surface of the earth. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ബോഡിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓൺ എർത്ത് സർഫസ് കിട്ടും. ഇനി അത് എസ്കേപ്പ് ചെയ്ത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ടോട്ടൽ എനർജി പറയുന്നത് 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ എനർജിയും ഫൈനൽ എനർജിയും സെയിം ആയിരിക്കും. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒബെയ്ഡ് ആവണം. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് law of conservation of energy. അപ്പോൾ അതനുസരിച്ച് we will get VE equal to root of 2gm by r or root of 2gr and the value of escape velocity from Earth's surface is 11.2 kilometer per second. ഇനി moon has no atmosphere. moon has no atmosphere. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ the acceleration due to gravity on the surface of the moon എന്ന് പറയുന്നത് it is only 1/6 the value of acceleration on Earth's surface. അതായത് ആക്സിലറേഷൻ 1/6 of 9.8 അത്രയാണ് മൂണിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളൂ. അതായത് 1.625 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺസ് സർഫസ്. മൂണിൻ്റെ സൈസ് ചെറുതാണ്, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മൂൺ ഈസ് ലെസ്. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് is greater than the escape velocity from moon's surface. moon's surface ൽ നിന്നുള്ള escape velocity ൻ്റെ വാല്യൂ 2.375 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് മൂണിൽ നിന്നുള്ള escape velocity. അപ്പോൾ ഈ escape velocity from മൂണിനേക്കാൾ ഗ്രേറ്റർ വാല്യൂ ആണ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അതുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് എസ്കേപ്പ് ചെയ്യും, അത് മൂണിൻ്റെ സർഫസിൽ നിൽക്കില്ല. സോ വി സേ ദാറ്റ് സോ ഇറ്റ് ഈസ് ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മൂൺ ഈസ് ഓൺലി 1/6 ദാറ്റ് എക്സേർട്ടഡ് ബൈ എർത്ത് and escape velocity from moon is very very small. So gas molecules if formed on moon have velocities larger than this escape velocity, so they escape from the gravitational pull of the moon. So moon has no atmosphere.